ഫൈറ്റർ ഫിഷിൻ്റെ കുട്ടികൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ ചെയ്യണത്. കോഴിയുടെ മുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞില്ല, ആ മഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിലെങ്ങാനും നന്നായി പൊടിച്ചിട്ടിടുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഡെയിലി ഒരു തുള്ളിയോ 2 തുള്ളിയോ നമ്മൾ ഈ കുട്ടികളുടെ ഇട്ടിട്ടുള്ള ടാങ്കിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം അത് കൊടുക്കാൻ. അതായത് വെള്ളം നാശാവാത്ത രീതിയിൽ വേണം നമ്മൾ ഡെയിലി ഒരു തുള്ളി 2 തുള്ളി അങ്ങനെ 15 ദിവസം കൊടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഒരു ദിവസം കൊടുത്താൽ തന്നെ പിന്നെയും കൊടുക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ എങ്ങാനും എടുത്തു വെച്ചാൽ മതിയാവും. ഇത് കൊടുക്കുമ്പോൾ ഏറ്റവും അധികം നോക്കേണ്ടത് വെള്ളം നമ്മൾ നാശമാവുണ്ടോ നോക്കണം. വെള്ളം നാശമായി കഴിഞ്ഞാൽ ഈ ചെറിയ കുട്ടികളെ മുട്ട വിരിഞ്ഞ് വരുമ്പോൾ ഭയങ്കര ചെറിയ കുട്ടികളായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വെള്ളം മാറ്റാനൊന്നിനും പറ്റില്ല. അപ്പോൾ മാക്സിമം കുറച്ച്, അതായത് ഒരു തുള്ളി എങ്ങാനും കൊടുക്കുകയാണ് ഒരു ദിവസം നല്ലത്. അത്രയും മതിയാവും ഒരു ദിവസം, ചെറിയ കുട്ടികളായതുകൊണ്ട്. ഒരു 15 ദിവസം കഴിഞ്ഞാലൊക്കെയാണ് ഈ കുട്ടികൾക്ക് വായുവിന് ഓക്സിജൻ എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈം വരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ ഈ വെള്ളത്തിൽ നിന്നാണ് അതൊരു ഓക്സിജൻ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞ കൊടുക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് നാശമാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു തുള്ളി എങ്ങാനും കൊടുത്താൽ അത്രയും മതി ഒരു ദിവസം. അപ്പോൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം നാശമാവാനുള്ള സാധ്യതയാണ്. ഭയങ്കരമായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലാണ് അതിൽ. അതാണ് വെള്ളം പെട്ടെന്ന് നാശമാവണത് കൊടുക്കുമ്പോൾ. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ഫൈറ്റർ ഫിഷിന് തന്നെ കൊടുക്കുന്ന പെല്ലറ്റ്സ് ഒക്കെ തീറ്റ, അത് നന്നായി പൊടിച്ചിട്ട് ഒരു പാത്രത്തിൽ അങ്ങനെ ഇട്ടിച്ചിട്ട് ഡെയിലി ലേശം നമ്മൾ ബേബീസിന് ഇട്ടുകണ പാത്രത്തിൻ്റെ ഇതനുസരിച്ചിട്ട് കുറേശ്ശെ തീറ്റ കൊടുക്കുക, വെള്ളം നാശാവാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 15 ദിവസമൊക്കെ ഇതിനെ കെയർ ചെയ്യണതനുസരിച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ലൈഫ് ഫുഡ് കൊടുക്കുകയാണ് കൂടുതൽ നല്ലത്. പക്ഷേ എന്നാൽ അത് നമുക്ക് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികൾക്ക് ലൈഫ് ഫുഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ലൈഫ് ഫുഡ് നമ്മൾ കൾച്ചർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ പാടാണ്. അതുകൊണ്ട് ഈ ഫൈറ്ററിൻ്റെ ഫീഡ് പൊടിച്ചു കൊടുക്കുക, അതായത് ഫുഡ് പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞയാണ് കൊടുക്കുക നല്ലത്, ഈസി ആയിട്ട് കിട്ടുന്നത്. അത് കൊടുത്താൽ തന്നെ നമുക്കൊരു 25-30 കുട്ടികളാണ്. ഒരുപാട് കുട്ടികളുണ്ടാവും, 100 അതിന് മേലെ കുട്ടികളുണ്ടാവും ഒരാഴ്ച മുട്ടിട്ട് വിരിഞ്ഞു വരും തന്നെ. പക്ഷേ അത്രയും കുട്ടികളെ കിട്ടണമെങ്കിൽ നമ്മൾ ലൈഫ് ഫുഡ് കൊടുക്കണം. അല്ലാണ്ട് ഈ സാധാരണ ഫുഡ് കൊടുത്താൽ നമുക്ക് ഒരു 25-20 കുട്ടികളെ എന്തായാലും കിട്ടും. നമ്മൾ കെയർ ചെയ്യണതനുസരിച്ചിരിക്കും.